ഇന്നത്തെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് വായിൽ കപ്പലോടുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കായിട്ടും ഡെസേർട്ടായിട്ടൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. വെറും 2 ചേരുവ മാത്രമാണ് വേണ്ടത്. വെറും 2 മിനിറ്റും വേണ്ട കേട്ടോ ഇതുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഐസ്ക്രീമാണ്. വനില ഫ്ലേവറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒന്നും കൂടെ നല്ലത് വനില ഫ്ലേവർ തന്നെയാണ്. പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ അത്രയും ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ കുറച്ച് ഐസ്ക്രീം എടുത്തിട്ട് ഇത് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ഒന്ന് മെൽട്ടാവും. ഇത് കുറച്ച് ലൂസാവണം. നമുക്കിത് മെൽട്ടാവുമ്പോൾ നല്ല ലൂസായിട്ട് നല്ല തിക്ക് പാല് പോലെയല്ലേ ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ ഇത് നമ്മളിങ്ങനെ ഒന്ന് ആക്കിയെടുക്കുമ്പോൾ തന്നെ ലൂസായി വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. നിങ്ങൾക്ക് എത്രയാണോ ബ്രെഡ് എടുക്കുന്നത് അതിനനുസരിച്ച് ഐസ്ക്രീം എടുത്താൽ മതി. ഒരുപാടൊന്നും വേണമെന്നില്ല. ഈ ഒരളവിൽ തന്നെ നമുക്കൊരു 3 ബ്രെഡൊക്കെ നമുക്ക് ടോസ്റ്റ് ചെയ്യാം. ആവശ്യാനുസരണം നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് വേറൊരു ട്രെയിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല കേട്ടോ. വലിയ നല്ല പരന്ന ആദ്യം തന്നെ ബൗളെടുത്താൽ അതിൽ തന്നെ ചെയ്താലും മതി. അപ്പോൾ ഇനി നമുക്കിതിൽ ബ്രെഡ് ഡിപ്പ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാവുമ്പോൾ ഇതിലോട്ട് ബട്ടറാണ് ഒന്നും കൂടെ നല്ലത്. ഞാനിപ്പോൾ നെയ്യാണ് ആക്കി കൊടുത്തിട്ടുള്ളത്. ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ തന്നെ എടുക്കാം കേട്ടോ. ഇനി ഇത് ഏറ്റവും ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കണം. എന്നിട്ട് ബ്രെഡ് നമ്മൾ ഈ ഒരു മിക്സിൽ നന്നായിട്ട് ഈ ഒരു ഐസ്ക്രീമിൽ 2 സൈഡും ഡിപ്പ് ചെയ്തിട്ട് പാനിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ഇത് പെട്ടെന്ന് ഇത് അടിഭാഗം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകുന്നുണ്ട് ഈ ഒരു ഐസ്ക്രീമിൽ നമ്മൾ ഡിപ്പ് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഒരുപാട് നേരം പാനിലിട്ട് വെച്ചേക്കരുത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇത് ഒന്ന് റോസ്റ്റായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി റോസ്റ്റായി വരുമ്പോൾ നമുക്ക് മാറ്റാം. ഇനി ഇതിൽ ഒരു മാജിക്കും കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിത് മാറ്റാം. എന്നിട്ട് ഒരു പ്ലേറ്റിലോട്ട് ആക്കിയിട്ട് നമ്മളിത് ചൂടോടെ സെർവ് ചെയ്യുന്നതാണ് കേട്ടോ ഒന്നും കൂടെ നല്ലത്. നല്ല ചൂട് ബ്രെഡ് ടോസ്റ്റിൻ്റെ കൂടെ മുകളിലോട്ട് ഇതുപോലെ ഐസ്ക്രീം ചെറിയൊരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുത്തിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് കഴിക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഐസ്ക്രീമും ചൂട് ബ്രെഡും അതുപോലെ തണുപ്പ് നമ്മൾ ബ്രൗണി സിസിലറൊക്കെ ചെയ്യുന്ന ആ ഒരു ചൂടും തണുപ്പും കൂടെ വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നല്ല അടിപൊളിയാണ് സംഭവം. ഇപ്പോൾ ഐസ്ക്രീമിൽ നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓരോ ബ്രെഡും നമ്മൾ ഇതുപോലെ ടോസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഐസ്ക്രീമും കൂടെ ഇട്ട് സെർവ് ചെയ്യുമ്പോൾ ബ്രെഡ് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒന്ന് ഓവൻ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ.